Hi everyone, I'm Dr. Anupriya and welcome to my YouTube channel. So, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ടാണ്. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും, എൻ്റെ ബി പി നോക്കിയിട്ട് എനിക്ക് ഇത്രയാണ് ബി പി കിട്ടിയിട്ടുള്ളത്, ഞാൻ മെഡിസിൻ കഴിക്കേണ്ട ആളാണോ, അല്ലെങ്കിൽ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഞാൻ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു രോഗം അനുഭവിക്കുന്ന ആൾക്കാരാണോ, ഇങ്ങനത്തെ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. സോ ഇന്ന് നമ്മൾ ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബി പി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് രണ്ട് നമ്പറുകളായിരിക്കും നിങ്ങളെ ബി പി നോക്കുമ്പോൾ പറയുന്നുണ്ടാവാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 120 ഇട്ടിട്ട് ഒരു ബാർ ഇട്ടിട്ട് ഒരു 80, 120/80 mmHg, ഈ ഒരു ഫോമാറ്റിലായിരിക്കും നിങ്ങളുടെ ബി പി നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും. ഒരു വലിയൊരു നമ്പറും ഉണ്ടാവും, അതിനേക്കാളും ചെറുതായിട്ടുള്ളൊരു നമ്പറും ഉണ്ടാവും. ആക്ച്വലി ഇത് രണ്ട് പ്രഷറുകളാണ് ഈ ഒരു നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻസിനുള്ള ക്ലാസ് പോലെയല്ല, ഞാൻ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും. അതിനകത്ത് വലിയ നമ്പർ, അതായത് ആദ്യം എഴുതുന്ന നമ്പറിനെ നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്നാണ് പറയുന്നത്. സിസ്റ്റോളിക് പ്രഷർ, ഈ പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമാണല്ലോ രക്തത്തിനെ പമ്പ് ചെയ്യുന്നത്. ആ രക്തം നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുക, രക്തത്തിനെ ഒഴിവാക്കുന്നത്, എംപ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹൃദയം ഒന്ന് ചുരുങ്ങും. ആ ഒരു സങ്കോചം സംഭവിക്കുന്ന സമയത്ത് രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതേസമയം ഹൃദയം ഒരു പൂർവ്വസ്ഥിതി പ്രാപിക്കും, അതായത് ഒന്ന് ചുരുങ്ങിക്കഴിഞ്ഞ് വീണ്ടും പഴയ ഒരു പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്ന രണ്ടാമത്തെ നമ്പർ. അപ്പം ആദ്യത്തെ നമ്പർ 120 ആണെന്നുണ്ടെങ്കിൽ, അതായത് വലിയ നമ്പർ എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ ആണ്. രണ്ടാമത് എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ നമ്പറിനേക്കാൾ ഒരു ചെറിയ നമ്പർ ആയിരിക്കും, ആ നമ്പറിന് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. ഇങ്ങനെ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ചേർന്നിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് നമ്മൾ സാധാരണയായിട്ട് ബി പി നോക്കുന്ന സമയത്ത് രണ്ട് വാല്യൂസ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ഡിജിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് തന്നെ കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ മാനുവലായിട്ട് അല്ലേ, മെർക്കുറി വെച്ചിട്ട് പമ്പ് ചെയ്ത് നോക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ രണ്ട് വാല്യൂസ് ആണ് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ നോട്ട് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത്, അപ്പം നമ്മൾ ബ്ലഡ് പ്രഷർ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ബ്ലഡ് പ്രഷർ എത്ര എത്തിക്കഴിഞ്ഞാലാണ് ഞാൻ മെഡിസിൻ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഒരാളുടെ ആവറേജ് പ്രഷർ അല്ലെങ്കിൽ ആവറേജ് ബ്ലഡ് പ്രഷർ ആയിട്ട് പറയുന്ന നോർമൽ വാല്യൂ 120/80 mmHg ആണ്. അതായത് 120/80, 120/80 എന്നുള്ള വാല്യൂ ആണ് സാധാരണ ഒരു നോർമലായിട്ട് പറയുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇത് 100% എല്ലാ ആൾക്കാർക്കും 120/80 ബ്ലഡ് പ്രഷർ വേണം. ഈ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നോർമലായിട്ടുള്ള ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ ഇതിൽ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ബി പി പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ബി പി ആണ്, ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കറിയാം അല്ലേ, എല്ലാ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്, ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരാളുടെ ഹൈറ്റ്, ഒരാൾ ജനിച്ച സ്ഥലം, ഒരാളുടെ ശരീരപ്രകൃതി, അല്ലെങ്കിൽ ഒരാളുടെ പാരൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അപ്പം ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അയാളുടെ ബ്ലഡ് വെസലുകൾ അല്ലേ, അപ്പം ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരാളുടെ ബ്ലഡ് പ്രഷർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസമുണ്ട്. അപ്പം 120/80 എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും നോർമൽ ആയിട്ടുള്ള പ്രഷർ അത്രയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. സോ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമുണ്ടാവും. ചില ആൾക്കാർക്ക് ചില പ്രഷർ അവരുടെ നോർമൽ അതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ പീരിയഡ്സ് പറയുന്നുണ്ട് അല്ലേ. എന്താ പറയുക, 28 ദിവസ സൈക്കിളാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ, നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ആവറേജ് വാല്യൂ ആണ് പറയുന്നത്. അപ്പം 21 ദിവസത്തെ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും അത് നോർമലാണ്, ഇനി 35 ദിവസത്തെ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും അത് നോർമലാണ്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഇതിൻ്റെ 21-ൻ്റെയും 35-ൻ്റെയും ഒരു ആവറേജ് ആയിട്ടാണ് നമ്മൾ 28 ഡേയ്സ്, 28 ദിവസത്തെ സൈക്കിൾ എന്ന് പറയുന്നത് നോർമലാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 എല്ലാ ആൾക്കാരുടെയും നോർമലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്നിരുന്നാലും ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ ബേസിസിൽ ആവണമെന്നില്ല നിങ്ങൾക്ക് മരുന്നും കാര്യങ്ങളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിലേ ആയിരിക്കില്ല. നിങ്ങളുടെ ശരീരം നോക്കിയിട്ട്, നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾക്ക് മെഡിസിൻ ഡോക്ടേഴ്സ് തരുന്നുണ്ടാവും. അപ്പം നോർമലി നമ്മൾ പറയുന്ന സമയത്ത് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ, അതായത് ആദ്യം എഴുതുന്ന നമ്പർ 120 താഴെയും, ഡയസ്റ്റോളിക് പ്രഷർ, അതായത് രണ്ടാമത് എഴുതുന്ന നമ്പർ 80 താഴെയുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 80 അതിൽ താഴെയോ 120 അതിൽ താഴെയോ ആണെങ്കിൽ നമ്മൾ നോർമൽ ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമതൊരു ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ എന്ന് പറയും. എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന സിസ്റ്റോളിക് പ്രഷർ ഇല്ലേ, ആ സിസ്റ്റോളിക് പ്രഷറിൻ്റെ വാല്യൂ
120 മുതൽ 129 വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എലിവേറ്റഡ് ബി പി എന്ന് പറയും. ഡയസ്റ്റോളിക് പ്രഷർ അപ്പോഴും 80 അതിൽ താഴെയോ ആണെങ്കിൽ നമ്മൾ എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത്. ഇനി ഒരു ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് ഹൈ ബി പി ടൈപ്പ് 1 അല്ലെങ്കിൽ ഹൈ ബി പി സ്റ്റേജ് 1 എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അതിൽ വരിക 120 മുതൽ 29 വരെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എലിവേറ്റഡിൽ പറഞ്ഞു. ഇനി ഹൈ ബി പി സ്റ്റേജ് 1 ആകുമ്പം 130-ഉം 139 ഇടയിൽ സിസ്റ്റോളിക് വരികയാണെന്നെങ്കിൽ നമ്മൾ ഹൈ ബി പി സ്റ്റേജ് 1 എന്ന് പറയും. ഡയസ്റ്റോളിക് അപ്പം 80 മുതൽ 80 മുതൽ 89 വരെയും, സിസ്റ്റോളിക് 130 മുതൽ 139 വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ബി പി സ്റ്റേജ് 1 എന്ന് പറയും. ഇനി ഹൈ ബി പി സ്റ്റേജ് 2 ഉണ്ട്. അത് സിസ്റ്റോളിക് പ്രഷർ, അതായത് ആദ്യം എഴുതുന്ന പ്രഷർ 140-ന്റെ മേലെയും ഡയസ്റ്റോളിക് പ്രഷർ 90 അതിൻ്റെ മേലെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ബി പി സ്റ്റേജ് 2 എന്ന് പറയും. ഇനിയും ഒരു ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് സിസ്റ്റോളിക് പ്രഷർ 180-ന്റെ മേലെ പോവുക, ഡയസ്റ്റോളിക് പ്രഷർ 120-ന്റെ മേലെ പോവുക. അങ്ങനത്തെ സ്റ്റേജിന് നമ്മൾ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറയും. ഇപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ ബി പി എ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലാ ആൾക്കാരുടെയും ഞാൻ പറഞ്ഞു ശരീരപ്രകൃതം അനുസരിച്ച് നോർമൽ വാല്യൂസ് മാറും, അവരുടെ ഹെൽത്ത് കപ്പാസിറ്റി അനുസരിച്ച് മാറും, അവരുടെ വേറെ പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് ഇവരുടെ ബി പിയിൽ വ്യത്യാസം വരാം. ഓക്കെ, സോ അപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു 140-90 ഒക്കെയാണ് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക്, എല്ലാ ആൾക്കാർക്കും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർക്കൊന്നും മെഡിസിൻ്റെ ആവശ്യം വരാറില്ല. അത് അവരുടെ നോർമൽ ആയിരിക്കും അത്. സോ അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ഇൻ ജനറൽ നമ്മൾ പറയുന്ന സമയത്ത് പറയാം, ഇപ്പം ഒരാളുടെ ബി പി അത് അവരുടെ റേഞ്ച് എന്ന് പറയുന്ന സിസ്റ്റോളിക് പ്രഷറിൻ്റെ റേഞ്ച്, അതായത് ആദ്യം എഴുതുന്ന നമ്പർ 120-ന്റെയും 140-ന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡയസ്റ്റോളിക് പ്രഷർ രണ്ടാമത് എഴുതുന്ന വാല്യൂ 80-ന്റെയും 89-ന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേജിലാണ് കണക്കാക്കുക. അതായത് ഹൈപ്പർ ടെൻസീവ് ആയിട്ടില്ല, പക്ഷെ ഹൈപ്പർ ടെൻസീവ് ആവാനുള്ളൊരു ചാൻസ്, ആ ഒരു വാല്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റോളിക് പ്രഷർ 120-ന്റെയും 140-ന്റെയും ഇടയിൽ, ഡയസ്റ്റോളിക് പ്രഷർ 80-ന്റെയും 89-ന്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേജ് ആയിട്ട് കണക്കാക്കും. ഇനി മേലത്തെ പ്രഷർ, അതായത് ആദ്യം എഴുതുന്ന പ്രഷർ 140-ന്റെ മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാം എഴുതുന്ന പ്രഷർ അതായത് ഡയസ്റ്റോളിക് പ്രഷർ 90-ന്റെ മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഏർലി ഹൈപ്പർ ടെൻസീവ് സ്റ്റേജ് ആയിട്ടും പറയാറുണ്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ്റെ തന്നെ ഒരു ഏർലി സ്റ്റേജ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സോ നിങ്ങൾക്കുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ഡോക്ടറുടെ ഡിസിഷനാണ്. അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻസ് തരുന്നുണ്ടാവുക. അപ്പം ഇതിന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സമയത്ത് ജനറലി 2 ടൈപ്പ് ഹൈപ്പർ ടെൻഷൻ നമുക്ക് പറയാൻ പറ്റും. പ്രൈമറി ഹൈപ്പർ ടെൻഷനും ഉണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നതാണ്. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മദ്യപാനം, പുകവലി, നമ്മളുടെ സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, വ്യായാമമില്ലായ്മ, അല്ലെങ്കിൽ അമിതവണ്ണം, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഒരു 30 മുതൽ 50 വയസ്സ് ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്കാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള അസുഖം, ഇപ്പം കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നം, കുഷിങ് സിൻഡ്രോം, അല്ലെങ്കിൽ ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, പാരാതൈറോയ്ഡ് ഹോർമോൺ, ഇങ്ങനത്തെ ഹോർമോൺസിന് എന്തെങ്കിലും പ്രശ്നം ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് പിന്നീട് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ വേറൊരു ഡിസീസിനെ അക്കമ്പനൈ ചെയ്തിട്ട് ഹൈപ്പർ ടെൻഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ടെൻഷനെ നമുക്ക് പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും പറയാൻ വേണ്ടി പറ്റും. ഇനി ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്ത് ലക്ഷണം കണ്ടാലാണെന്നാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. ആക്ച്വലി ഈ ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറയുന്നത് സൈലന്റ് കില്ലർ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദ കൊലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ലക്ഷണങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഭയങ്കര എനിക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ട് എന്നുള്ള ലക്ഷണം, സാധാരണ പനി ജലദോഷം വരുന്ന പോലെ അങ്ങനെ നമുക്ക് ഒരു ലക്ഷണമായിട്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല.
സോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള ഇപ്പം റുട്ടീനായിട്ട് നോക്കുന്ന ആൾക്കാർ, ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബി പി നോക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലാന്നുള്ള ആൾക്കാർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം കാണിക്കുന്നതിൻ്റെ ഇടയിൽ, ഇപ്പോൾ പനിയായിട്ടോ ജലദോഷമായിട്ടോ വേറെ എന്തെങ്കിലും ഡിസീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ബി പി നോക്കുമ്പോൾ കുറച്ച് ബി പി കൂടുതലാണല്ലോ എന്ന് നോക്കിയിട്ട് പിന്നെ അതിന് അനുസരിച്ചിട്ട് പിന്നെയും ഒരു ആദ്യത്തെ വട്ടം നമുക്ക് ബി പി കൂടിയെന്ന് വെച്ചിട്ട് നമ്മൾ അപ്പം തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യില്ല. അതിന് വേറെ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പ്രകാരമാണ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇപ്പം ഇങ്ങനെ റാൻഡമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും മിക്ക ആൾക്കാർക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ എന്നൊക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അത് ഒരു കാര്യം. ഇനി ഞാൻ പറഞ്ഞു എല്ലാ ആൾക്കാർക്കും എന്താണ് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയായിരിക്കും ലക്ഷണങ്ങൾ പ്രത്യേകിച്ചൊന്നും കാണുന്നുണ്ടാവില്ലായിരിക്കും. ഇനി ലക്ഷണങ്ങൾ കാണിക്കുന്ന ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ചെറുതായിട്ട് പെട്ടെന്നൊരു എന്താ ബി പി ചെറുതായിട്ടൊന്ന് കൂടുന്ന ആൾക്കാർക്ക് ആ സമയത്തൊക്കെ ചില ആൾക്കാർക്ക് തലകറക്കം പോലെയോ അല്ലെങ്കിൽ തലയ്ക്കൊരു കനം പോലെയോ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ടൊന്ന് കിതയ്ക്കുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ വേർക്കുക എന്ന് പറയുന്നതൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ എല്ലാ ആൾക്കാർക്കും നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നോക്കുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഡിസീസ് കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടാകും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു 30 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബി പി ചെക്ക് ചെയ്യാം. ഇനി ഒരു 40-45 ഒക്കെ ആയി കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ ഒരിക്കലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ചുമ്മാ ബി പി ഒന്ന് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ബി പി ജസ്റ്റ് ഒന്ന് നോക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസാണ് വരുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് 30 വയസ്സിന് ശേഷം വർഷത്തിൽ ഒരിക്കലെങ്കിലും, 40 വയസ്സിന് ശേഷം 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് ആ ബി പിയും കൂടി ഒന്ന് നോക്കിയാൽ മതിയാവും. സോ ആ ഒരു രീതിയിൽ നമുക്ക് മോണിറ്റർ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് വേറെ ലക്ഷണങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഇത്രയാണ്. ഇനി നമുക്ക് ബി പി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഒന്ന് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചര്യകളാണ്, എന്തൊക്കെ ഡയറ്റാണ്, എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ, എന്തൊക്കെ മോഡിഫിക്കേഷനാണ് നടത്തേണ്ടതെന്നാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോൾട്ട് കുറയ്ക്കുക, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കണം. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോർമലി അലോ ചെയ്തിട്ടുള്ളത് മാക്സിമം 6 ഗ്രാം പെർ ഡേ ആണ്. ഒരു ദിവസം 6 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. സോ ഉപ്പിൻ്റെ അളവ് എന്ത് ചെയ്യുക, കുറയ്ക്കുക, നന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ ഉപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കേണ്ടി വരും. പപ്പടായിട്ടും അച്ചാറായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അത് സ്ട്രിക്റ്റ് ആയിട്ട് കുറയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിയ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. സോഡിയം കുറയ്ക്കുകയും വേണം, പൊട്ടാസ്യം കൂട്ടുകയും വേണം. ആൻഡ് ഓൾസോ വ്യായാമം നമ്മൾ ശീലാക്കണം. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ തന്നെ പാലിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പുകവലി, മദ്യപാനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ബ്ലഡ് പ്രഷറിനെ കൊണ്ടുപോകാൻ പറ്റും. പെട്ടെന്നുള്ളൊരു സഡൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സിമ്പിളായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ അല്ല. ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കണ്ണിനെ ബാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി വരും, അല്ലെങ്കിൽ റീനൽ ഡിസീസസ്, കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് അനുബന്ധിച്ച് വേറെയും രോഗങ്ങൾ, സ്ട്രോക്ക് അല്ലെ, പക്ഷാഘാതം കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ബി പി ഷൂട്ട്, 2 തരത്തിലുള്ള സ്ട്രോക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ രക്തക്കൊഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്തെങ്കിലും രക്തക്കൊഴൽ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ സ്ട്രോക്ക് ഉണ്ടാവും. ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴലൊക്കെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു സൈലൻ്റ് ആയിട്ടുള്ള കില്ലർ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പം ബി പി എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ്. സോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വേറൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് കാണാം. താങ്ക് യു.